ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനും നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളായി പരിപാലിച്ചു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, പൊടുന്നനവയുള്ള മരണങ്ങൾ, ആമേൻ, ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുവാനിടയായി തീർന്നു. എങ്കിലും ഒന്നിലും എണ്ണത്തിലൊന്നുപോലും കുറഞ്ഞു പോകാതെ വണ്ണം സർവകൃപാലുവാകുന്ന ദൈവം നമ്മെ പരിപാലിച്ചത് ഓർത്ത്, ദൈവം നമുക്ക് നൽകി തന്ന സംരക്ഷണത്തെ ഓർത്ത്, കർത്താവ് നമുക്ക് നൽകി തന്ന സൗഖ്യത്തെ ഓർത്ത്, ദൈവം നമ്മുടെ കരങ്ങളെയും കാലുകളെയും നമ്മുടെ നാവുകളെയും ദൈവം ശക്തിപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആമേൻ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. നമുക്കൊരു സമർപ്പണത്തോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പാ, ഇന്ന് പകൽക്കാലം എന്നെ എവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കുമാറാകണമേ. അങ്ങയുടെ ഉയരത്തിലെ ശബ്ദം എനിക്ക് കേൾക്കണോ. അങ്ങയുടെ ശബ്ദത്താൽ എന്നെ നിറയ്ക്കുമാറാകണമേ. എന്റെ മനസ്സും എന്റെ ശരീരവും എന്റെ ആത്മമണ്ഡലത്തിൽ വലിയൊരു ശക്തി എനിക്ക് പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ കടന്നു വന്നതുപോലെയല്ല, ഒരിരട്ടി ബലത്തോടെ എന്നെ പറഞ്ഞേക്കുമാറാകണമേ. ഒരിരട്ടി ശക്തിയോടുകൂടെ എന്നെ പറഞ്ഞേക്കുമാറാകണമേ. പറയുകയാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി, അതിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണെന്ന് ഏലിയാവിനോട് ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഏലിയാവിന്റെ മേലിൽ നിന്ന് പുതപ്പ് എലീശയുടെ മേൽ വീഴുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിതാനീതി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിതാനീതി വസ്ത്രം ആഭരണമായി നൽകി, യേശു എന്നടിസ്ഥാനം ആശ്രയവനിയാത്രേ, യേശു എന്നടിസ്ഥാനം ആശ്രയവനിയാത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വാരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം, യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദുഃഖം ദാരിദ്ര്യമെന്നെ
ശക്തി എന്നേ, ദുഃഖം ദാരിദ്ര്യമെന്നേ വെക്കൊണ്ടു ശക്തി എന്നേ. ഓ കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ യേശുയ. ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം സമർപ്പണത്തോടുകൂടെ പാടുന്ന തന്റെ മക്കളുടെ മേൽ ഇവിടുന്ന് വ്യാപരിക്കുവാൻ യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാനും വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോണം, വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോണം, മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും, മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. യേശു അടിസ്ഥാനം ആശ്രയാവനി, യേശു അടിസ്ഥാനം ആശ്രയാവനി, ആശ്വാസത്തിൽ. ആ ശബ്ദം എന്ന് ഉയർത്തിക്കൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് പാടിക്കാൻ ആശ്വാസത്തിൽ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാൻ. ഒരിക്കൽ കൂടെ പാപത്തം എന്നിൽ വന്ന ശാപക്കറകൾ, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിതാമി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിതാമി വസ്ത്രം ആഭരണമായി നൽകി. യേശു പകൽക്കാലം ദൈവിക ശക്തി നമ്മളെ കഴുകി ശുദ്ധീകരിക്കും, നമ്മളെ സൗഖ്യമാണ്, നമ്മുടെ മുറിവുകളെ കെട്ടുന്നു, നമ്മുടെ രോഗത്തെ നീക്കുന്നു. യേശുവിൽ കണ്ടേ
കണ്ടേ ഞാൻ ഒരിക്കലൂടെ ആശ്വാസത്തിൽ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാൻ ആശ്വാസത്തിൽ പൂർണ്ണത. യേശുവിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കുന്നു. അവനൊരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അവൻ വായുകൾ തുറന്നു നാവുകൾ ചലിപ്പിച്ചുകൊണ്ട് അപ്പാ ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കും. എല്ലാ ഹൃദയങ്ങളും ഒന്ന് തകരും, എല്ലാ കണ്ണുകളും നിറയും. നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് മുൻപേ അവനൊരു അറ്റം മുതൽ മറുതല വരെ പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലത്തിന്റെ തൊടുന്ന ഒരു പകലായിട്ട് മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ തകർന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉടച്ചുകൊണ്ട് നമ്മെ ഒന്നുകൂടെ പണിയുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ യോഗത്തിന്റെ നിന്റെ ദേവൻ ചെയ്യിച്ചാലും അവൻ വേഗം വരാമെന്ന് ഉരച്ച ഒരു നാഥനിന്റെ പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഓ ശബ്ദരാധരാധരാധ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പന്റെ കരങ്ങളിൽ നിന്ന് പകർത്താലോ ഒരു കിടക്കി ആയുധമാകും. നമ്മളിൽ പ്രവർത്തിക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന പകലായി മാറട്ടെ. അവൻ ആ കൃഷിക്കാരന്റെ കയ്യിലിരിക്കുന്ന അവൻ ചില വിത്തുകളുണ്ട്. അവന്റെ ഹൃദയത്തിലെ ഇത് നല്ല നിലത്ത് വീണ് അവൻ 30, 60, 100 പേരിയായിട്ട് ഫലം കായ്ക്കണമെന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഹൃദയപ്പെടുത്തി കൊടുക്കുക. അവയെ നമ്മെ ബലപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം കടന്നു വന്നതുപോലെയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ട് കഴിഞ്ഞാൽ നീ ആളുമാറിയ അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം മാറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പാട്ടുകാരൻ പാടുകയാണ്. രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലും രോഗമെന്നെ പീഡിച്ച് ദേഹം ക്ഷയിച്ചാലും വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കി വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കി. നിന്റെ രോഗമുള്ള ശരീരം ഇങ്ങനെ ക്ഷയിച്ചാലും അത് മണ്ണോട് മണ്ണായി തീർന്നാലും അത് വേഗം വരാമെന്ന് ചെയ്ത നമ്മുടെ നാട് നമ്മെ പുതുതാക്കുവാൻ അവൻ ആകാശവിധാനത്തിൽ തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുവാൻ കാലം സമീപമായി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ഇന്ന് പകൽക്കാലം ആത്മാവ് ദർശിക്കുന്ന ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ശബ്ദരാധ രാജനാഥ നരകരിയാലവ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലത്തിനെ തൊടുന്ന പകലായിട്ട് മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിനെ നിറയ്ക്കുന്ന പകലായിട്ട് മാറട്ടെ. ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞതിലെ പാത്രങ്ങളുമായി കട്ടുപാതവിടത്തിലായിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലത്തിനെ നിറയ്ക്കുന്ന ഒരു ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്.
കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുകയാണ്. ഇതൊരു ചടങ്ങിന്റെ ആരാധനയ്ക്ക് വേണ്ടി നീ ഇവിടെ ആയിരിക്കരുത്. ഇതൊരു ജൽപ്പനമല്ല, ഇതൊരു ചടങ്ങല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്റെ മകൻ കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്നെ നിറയ്ക്കുന്നൊരു ദൈവം എന്റെ മകൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്റെ ദൈവം എത്ര വലിയ ദൈവമാണ്. നിന്റെ കാലുകൾക്ക് ബലം തന്ന, നിന്റെ കൈകൾക്ക് ബലം തന്ന, നിന്റെ നാവുകൾക്ക് ശക്തി തന്ന, നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ പരിശുദ്ധാത്മാവിന്റെ മകൻകാലം ഈ ആരാധനയുടെ കാലത്തെ സമയവും മാളിക മുറിയിൽ 120 പേർ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മാളിക മുറിയിൽ എഴുന്നള്ളി വന്നപ്പോൾ അവൻ തന്റെ ജനത്തിന്റെ മേൽ മഴ പെയ്യുന്നത് പോലെ ഒരാത്മം പകർച്ച വെളിപ്പെടുവാനിടയായിരിക്കുന്നു. ഇന്ന പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്നതിന്റെ മേൽ ഒരു പകർച്ച ഇന്ന പകൽക്കാലം കൈമാറ്റം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഏറ്റെടുക്കുവാൻ ഇന്ന പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും. ചില ബന്ധനങ്ങൾ അറിയണം, ചില ഘട്ടങ്ങൾ പണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഇടപെട ഇന്ന് പകൽക്കാലം നമ്മുടെ പകരപ്പെടട്ടെ. ചിലർ ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. ആത്മാവിന്റെ പകൽക്കാലം ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. ചില കുടുംബ തകർച്ചകൾ മാറിപ്പോകട്ടെ. ചില പാരമ്പര്യ പോരാട്ടങ്ങൾ മാറിപ്പോകട്ടെ. ചില ഘട്ടങ്ങൾ അറിയപ്പെടട്ടെ. ചില ചെങ്ങലകൾ പൊട്ടട്ടെ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പ്രവാഹത്തിന് വേണ്ടി, ഒരു മഴയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ യോഗത്തിന് കടന്നു വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. അവൻ മരുഭൂമിയിൽ അവൻ വേടാമൊരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു മുൻമഴ പെയ്യുവാൻ, ഒരു പിന്മഴയ്ക്ക് വേണ്ടി വിതയ്ക്കുവാൻ വേണ്ടി ഒരു മുൻമഴയുണ്ട്. എന്നാൽ കൊയ്ത്തിന് വേണ്ടി ഒരു പിന്മഴയുണ്ട്. അവൻ മരുഭൂമിയിൽ വേടാമ്പൽ കാത്തിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ മേല പരിശുദ്ധാത്മാവിനെ എണ്ണ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മടുത്തിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന നിന്റെ മുഴങ്കാലുകൾ ഇന്ന് പകൽക്കാലം ബലപ്പെടട്ടെ. നിന്റെ ഉദരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അസ്ഥികളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവൻ തലയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കാലുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിന്റെ നാവുകളെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തിന്റെ തലമുറയണമേ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലത്തിന്റെ കുടുംബത്തിന്റെ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവൻ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത ഒരു നദി തുറന്നു വിട്ടതുപോലെ ദൈവ സാന്നിധ്യത്തിന്റെ പകൽക്കാലം ഇവിടെ കടന്നു വന്ന് ആരും നിരാശയോടെ മടങ്ങരുത്. വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി ഹല്ലേലൂയ. പകർച്ചയുടെ ദിനമായിട്ട് മാറട്ടെ, ഒരു ദൈവ പ്രവർത്തിയുടെ ദിനമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. 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 യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടഞ്ഞിരിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ സഭായോഗം നമുക്ക് ആരംഭിക്കാം. ഈ സമയത്ത് സെബാസ്റ്റ്യൻ മുൻപോട്ട് കടന്നു വരും. അവൻ പ്രാർത്ഥിച്ച് ഈ സഭായോഗം ദൈവസന്നിധിയിൽ അവൻ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണല്ലോ. അവൻ പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം അവൻ എന്നോട് ഇടപെടണമെന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ തലകൾ വണക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായി ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മകത്വം നല്ല പകൽക്കാലം അവിടുത്തെ കുഞ്ഞുങ്ങളായിരിക്കുന്ന അടിയിലൊക്കെ തിരുസന്നിധിയിലായിരിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം, ശക്തിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്ന് ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ നാം ആരാധിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരേ എന്നുള്ള മനോഹരമാകുന്ന ആ പഴയ ഗാനം നമുക്ക് ചേർന്ന് നമ്മുടെ കരങ്ങളടിച്ച് ആത്മാവിൽ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം
നരനാ പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിയ നരനാ ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുക സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുക സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ഉലകമഹാന്മാർ അഖിലരും മുഴുവൻ ഉറങ്ങുന്നു കല്ലറയിൽ ഉലകമഹാന്മാർ അഖിലരും മുഴുവൻ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ കലുഷതയകറ്റി കണ്ണുകൾ തുടപ്പി ഉത്സുകരായിരിക്കും കലുഷതയകറ്റി കണ്ണുകൾ തുടപ്പി ഉത്സുകരായിരിക്കും നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുക സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുക സോദരരേ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ നിങ്ങൾ ഉയർന്നിരിക്കും കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ നിങ്ങൾ ഉയർന്നിരിക്കും കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും സോദരരേ ഗീതം ഗീതം
ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. യേശുവിന്റെ നാമം എന്റെ മകൻമാരം മഹത്വപ്പെടട്ടെ. എന്റെ യേശുവിന്റെ നാമം എന്റെ മകൻമാരം ഉയരുവാനിടയായി തീരട്ടെ. കാൽവരിക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന അവസാനത്തുള്ള രക്ഷകരെയോ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഗോൽഗോഥായുടെ മലമുകളിൽ ആ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയോ ആ രക്തത്തിന്റെ മറുവിലാണല്ലോ ഞങ്ങളുടെ രക്ഷ. ഞങ്ങളുടെ വീടെടുപ്പ് രക്തത്തിന്റെ മറുവിലാകണം. ഈ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളുടെ വീണ്ടെടുത്തവരുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ച ദൈവ സ്നേഹത്തിനായി ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഞങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നടുവിൽ അങ്ങ് വന്നിരിക്കുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമ്മുടെ തലകളെ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് വണങ്ങാം. യൂറോപ്പിന്റെ ദിനത്തിൽ ആദിമാപിതാക്കന്മാർ കർത്താവിനെ ആത്മാവിനെ സത്യത്തിലും ആരാധിച്ചു. ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ കർത്താവിനെ അവിടെവിടങ്ങളായി ആരാധിക്കുമ്പോൾ ഈ ചെറിയ കൂട്ടമാകുന്ന നമുക്കും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാനുള്ള സാവകാശം ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, എങ്കിലും കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. അവന് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോടെ നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗീതങ്ങൾ പാടുവാൻ കർത്താവ് നമുക്ക് ബലം നൽകുന്നു. നാം പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് മുൻപേ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ആത്മാവിൽ തിരിച്ചറിയുവാൻ നമുക്ക് ദൈവം അവസരം ഒരുക്കി തന്നു. പ്രാർത്ഥിപ്പാൻ ആവശ്യമായ ദൈവകൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ. കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നാശന പ്രാർത്ഥിക്കും. അതിനുശേഷമായി സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ജലജ ചേച്ചി പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രിയ സുരേഷ് ബ്രദർ പ്രാർത്ഥിക്കും. നല്ല സങ്കീർത്തനത്തെ ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലത്ത് സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി നൽകി തരട്ടെ. നല്ല പ്രബോധനങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കുവാൻ ഇടയായി തീരട്ടെ. ചില മിനിറ്റുകൾ മാധ്യമത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നല്ല സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്ന തരത്തിൽ നാം ജീവിക്കുന്ന ദൈവമുണ്ടെന്ന ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറയുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. സ്വർഗീയമാകുന്ന ദൂതുകൾ ആമേ സ്വർഗത്തിലെ ദൈവം നമുക്ക് വിളമ്പി തരുവാൻ ആമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഹൃദയത്തിന്റെ കാതുകളും ആമേ നമ്മുടെ മനസ്സും ദൈവസന്നിധാനത്തിൽ തുറന്നിട്ടുകൊണ്ട് ആമേ കേൾവിക്കാരായി മാത്രം ഇരിക്കാതെ ഇതിന്റെ ഒരു ഭാഗമായി തീരുവാൻ അപ്പാ എന്നെ സഹായിക്കണം. ഈ ആരാധനയുടെ ആമേന്റെ ഭാഗമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ആദ്യോടന്തം ഇന്ന് പകൽക്കാലം നടക്കുന്ന വിശുദ്ധ സഭായോഗം ജീവിതത്തിൽ മറക്കുവാനാകാത്ത ഒരു ദിനമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം ഏകാഗ്രമാകട്ടെ, നമ്മുടെ മനസ്സ് ഏകാഗ്രമാകട്ടെ. ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആമേൻ ഈ ദൈവവചനത്തിന് മുൻപാകെയും ആ കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. തുടർന്ന് നാം എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പേരുകൾ പറഞ്ഞ പ്രിയപ്പെട്ടവർ ആമേൻ ശബ്ദമുയർത്തി ദൈവസന്നിധാനത്തിൽ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാവുന്നതാണ്. Praise the Lord, hallelujah. Amen. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ട് ജലം ചേച്ചി. Hallelujah. Praise the Lord, hallelujah. Praise the Lord, hallelujah. Praise the Lord, hallelujah, hallelujah, hallelujah. Glory, hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. Thank you, Lord. Hallelujah. Praise the Lord. Hallelujah. ആഹാരം നൽകി, വസ്ത്രം നൽകി, ഭവനങ്ങളിൽ സമാധാനം നൽകി, സന്തോഷം നൽകി, സന്നിധിയിൽ കൂട്ടി വരുത്തിയ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ആരാധിക്കാൻ അടിയങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. പ്രാർത്ഥിപ്പാൻ അതിനങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. Praise the Lord. Hallelujah. സഹായിക്കുമാറാകണമേ. വായിക്കപ്പെടുന്ന സങ്കീർത്തനത്തെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സഹായിക്കുമാറാകണമേ കർത്താവേ. ഗ്രഹിപ്പാൻ പഠിപ്പാൻ ധീരന്മാരുടെ നല്ല അനുഭവങ്ങൾ സഹായിക്കുമാറാകണമേ. ഓ നല്ല സാക്ഷികളെ നൽകണമേ കർത്താവേ. Praise the Lord. Hallelujah. കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥനകളെ ബലപ്പെടുത്തണമേ കർത്താവേ. Praise the Lord. Hallelujah. തിരുവചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ പഠിപ്പാൻ ജീവിപ്പാൻ കർത്താവേ, തിരുവചനം അവരുടെ കാലിൽ ജീവവും പാതയ്ക്ക് പ്രകാശവുമായി ഇരിക്കട്ടെ കർത്താവേ. ഓ കർത്താവേ, അടിമക്ക് നൽകിയ നന്മയെന്ന് ഞങ്ങളുടെ സന്നിധിയിൽ അർപ്പിപ്പാൻ അടികളുടെ ഹൃദയത്തെ ഒരുക്കണമേ കർത്താവേ. കാര്യങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ നാമത്തിന് കർത്താവേ സ്വമേധ ദാനമായി അർപ്പിപ്പാൻ അടികളുടെ ഹൃദയത്തെ തിരുവചനത്തിന്റെ മർമ്മങ്ങളെ പഠിക്കാൻ ഗ്രഹിക്കാൻ കർത്താവേ. ഹല്ലേലൂയ. നല്ല അനുഭവങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ കർത്താവേ. ആരാധന അടികളുടെ ജീവിതത്തിന് അനുഗ്രഹമായി ഹല്ലേലൂയ. അടികളെ പരിപാലിച്ചു ഹല്ലേലൂയ.
ദാസനെ ദൈവം ബലപ്പെടുത്തണമേ കർത്താവേ. വചനം കർത്താവേ പറയുവാൻ നാവിനെ ബലപ്പെടുത്തണമേ കർത്താവേ. ഓ ആത്മീയ സന്ദേശങ്ങൾ ലഭിക്കാൻ Praise the Lord. Hallelujah. സന്ദേശങ്ങളായി ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിച്ചാലതിന്റെ സമയം മുതൽ അവസാനം വരെ Amen. സ്തോത്രം. പ്രാർത്ഥനയോടുകൂടി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 81-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്റെ യേശു സന്നിധി എനിക്ക് എത്രയാശ്വാസം, എന്റെ യേശു സന്നിധി എനിക്ക് എത്രയാശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. ക്ലേശമെല്ലാം മാറ്റിടും, രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം ദിനം നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ. കാൽവരി രക്തമേ, യേശുവിൻ രക്തമേ. കാൽവരി യേശുദാൻ സ്വന്തം രക്തം ചിന്തി. കാൽവരി യേശുദാൻ സ്വന്തം രക്തം ചിന്തി. പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ. പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ. ഞാൻ നിത്യം ചാരിടും യേശു മാർവതിൽ. നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ. ഓ നല്ലവൻ വല്ലവൻ യേശു എത്ര നല്ലവൻ. യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ. അനുദിനം പാടി വാഴ്ത്തുക. 81-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒടുവിലത്തെ 2 വാക്യങ്ങൾ 15-ഉം 16-ഉം നമുക്ക് ചേർന്ന് വായിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ വായിക്കുന്നു: നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പേ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവേ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമവാസിയിലും കാഹളം ഊതുവേ. മിസ്രൈം ദേശത്തിന്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേപ്പിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു.
ദൈവം നിനക്ക് ഉണ്ടാകരുത്. യാതൊരു ദൈവത്തെയും നീ നമസ്കരിക്കരുത്. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികൾ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യഹോവയെ പകയ്ക്കുന്നവരെ കീഴടങ്ങുമായിരുന്നു. ശുഭകാലത്തേക്കുമായിരുന്നു. വേന്ദ്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിലുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. അവൻ മേൽച്ചരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നമ്മുടെ വിശുദ്ധകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുവെഴുത്തുകൾ സ്വസ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളും ഉയർത്തുവാൻ കഴിയുമെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ നാവുകളും ചലിക്കട്ടെ, എല്ലാ വായുകളും തുറക്കട്ടെ. അവനൊരു തലയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാൻ. ആരും മൗനമായി നിൽക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാൻ. നാം ആരാധനയ്ക്ക് വേണ്ടി വന്നവരാണ്. നാം ആരാധിക്കാൻ വന്നവരാണ്. നാം ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി വന്നവരാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ദൈവമക്കളാണ്. ഈ മണ്ണാർക്കാട് താലൂക്കിന്റെ ഈ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കൂട്ടിവരുത്തിയത് ആ രക്ഷകനായ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നതോർത്ത് എനിക്കറിയാമെന്ന പകൽക്കാലോ ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ദിവസമാണ്. പ്രാപിക്കുവാനുള്ള സമയമാണ്. ആത്മാവിൽ നിറയുവാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. എല്ലാ കരകളും ഒന്ന് ചേർന്നടിച്ച ആരാധനയുടെ നടുവിലാണ് ചില വിടുതലുകൾ സംഭവിക്കുന്നത്. ആരാധനയുടെ നടുവിലാണ് നിന്റെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നത്. ആരാധനയുടെ നടുവിലാണ് നമ്മുടെ ജീവകൾ മാറുന്നത്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകന്റെ മുകളിൽ വഹിക്കുന്നത് പോലെ, നടക്കുവാൻ കഴിയാത്ത കുഞ്ഞാടുകളെ ഇടയൻ തോളിൽ അണയ്ക്കുന്നത് പോലെ നിന്നെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഉറ്റവരും ഉടയവരും എല്ലാവരും തന്നെ ഒറ്റയ്ക്കാക്കും. ആരും എനിക്കല്ലെന്ന്
ചിന്തിക്കുന്ന വേളകൾ ഞാൻ ഒറ്റപ്പെട്ടോ, ഈ ചുമട് മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് വഹിക്കണമല്ലോ എന്ന് ഭാരപ്പെടുന്ന ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ആ ചുമട് വഹിക്കുവാനുള്ള ദൈവകൃപ ദൈവത്തിന്റെ മേൽ പകരുകയോ. പ്രാപിക്കുക. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ഏറ്റെടുക്കുക. സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറം ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും നിന്റെ പടകം മുങ്ങിപ്പോകുമോ അവൻ സമ്മതിച്ചില്ല. ഒത്തിരി തിരമാലകൾ നിന്റെ ജീവിത പടകിന് നേരെ ആഞ്ഞെടുത്തതാണ്. ഒത്തിരി ഈശാനമൂലനാകുന്ന കാറ്റുകൾ നിന്നെ മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ചതാണ്. പക്ഷെ ആ കാറ്റിനോ തിരമാലയ്ക്കോ നിന്നെ മുക്കാൻ കഴിഞ്ഞില്ല. നിന്നെ മുക്കാൻ കഴിഞ്ഞില്ല. പെരുവെള്ളം ഇരച്ചു കലക്കിയാലോ അത് നിന്റെ അടുക്കലോടെത്തുകയില്ല. വിടുതൽ പ്രാപിച്ച ഇന്ന് പകൽക്കാലം വ്യക്തിപരമായിട്ട് ആത്മാവിൽ നിറഞ്ഞ ദൈവകൃപ പ്രാപിക്കുവാനുള്ളവർ പ്രാപിച്ചാട്ടെ. അന്യ ഭാഷകളിൽ നിറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ നാവുകളിൽ ഒരു പുതിയ കൃപ, ഇന്ന് പകൽക്കാലം നിന്റെ ക്ഷീണിച്ചിരിക്കുന്ന മുഴങ്കാലിൽ ഒരു പുതിയ ശക്തി. ദൈവത്തിന്റെ ആത്മാവിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളവിടെ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഒത്തിരി ഒത്തിരി ഭാരങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന തകർന്ന ഹൃദയമായി, നിറഞ്ഞ കണ്ണുകളുമായി, ഒട്ടിയ വയറുമായി പകൽക്കാലം ഈ ദൈവസന്നിധിയിൽ വന്നെങ്കിൽ നിന്റെ മുന്നിൽ ചില തടക്കൽ പാറകളുണ്ട്. അതിനെ സമഭൂമിയാക്കുന്ന ദൈവകൃപ പകരുന്നതിന്റെ നടുവിൽ വ്യാപരിക്കുകയാണ്. ഇന്നും പകൽക്കാലം അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവൻ ഉടയാത്ത ചില കല്ലുകൾ, അവൻ തകരാത്ത ചില മേഖലകൾ, അവൻ നിനക്ക് മാറ്റാൻ കഴിയാത്ത ചിലത് ഇന്നും പകൽക്കാലം എന്റെ ദൈവം നിനക്ക് വേണ്ടി നീക്കി തരുന്ന, നിനക്ക് വേണ്ടി മാറ്റി തരുന്ന ഒരു പകലായി മാറട്ടെ. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിവസമാണ്. കരയുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട്, പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി ഇടവൽ നിൽക്കുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിനെ സേവിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നീ ആയിരിക്കുകയാണ്. അവനൊന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറുള്ള എനിക്കറിയാം ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ നടുവിൽ ചിലരുടെ ഭാരങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഞാൻ കാണുകയാണ്. ചിലരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സൊത്തിരി വേദനിച്ചതിന്റെ നടുവിൽ വന്ന നിന്നെ കർത്താവ് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്കൊരു ബലം ദൈവം പകർന്നിട്ടുണ്ട്. നീ വന്നതുപോലെയല്ല, നീ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒത്തിരി വിടുതൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് പോരാടി പ്രാർത്ഥിക്കാൻ അറിയാം. ഇന്ന് പകൽക്കാലം ബുദ്ധിയുടെ പ്രാർത്ഥനയ്ക്കല്ല നീ വന്നത്, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയി തീരുവാൻ വേണ്ടിയാണ്. ചില മൂടുപടകളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാർമേഘം പോലെ നിന്റെ ജീവിതത്തിൽ മൂടിക്കൊണ്ടിരിക്കുന്ന ചില മൂടുപടകൾ കാർമേഘം പോലെ മൂടി വെച്ചിരിക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകുന്നത് പരിശുദ്ധാത്മാവിൽ കാണുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയ സിസ്റ്റർ, പ്രിയ പിതാവ് ജോസഫ് അച്ഛൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Praise the Lord. എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിലായിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ വിശുദ്ധ പകലിൽ ദൈവസന്നിധാനത്തിൽ കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് മിക്ക പ്രിയപ്പെട്ടവർക്കും നേരത്തെ നാം ഓർപ്പിക്കുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്ത പോലെ നമ്മുടെ IPC കേരള സ്റ്റേറ്റിന്റെ മേഖല സ്റ്റേറ്റിന്റെ കൺവെൻഷൻ നിലമ്പൂര് വെച്ച് നടക്കുകയും അതിന് കടന്നു പോകുവാനും അവിടെയുള്ള ആത്മീയ സന്തോഷം പങ്കിടുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം വളരെ ഒരുക്കത്തോടും
പ്രാർത്ഥനയോടുകൂടെ ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വന്നാൽ എനിക്കറിയാം, ആമേൻ, ഒരു നദി തുറന്നു വിട്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുവാനിടയായിത്തീരും. അത് നമ്മൾ പിടിച്ചൊതുക്കിയാൽ നിൽക്കുന്നതല്ല ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ആമേൻ. ഒരുക്കമുള്ളവർ ഒരുങ്ങി പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടുകൂടി കർത്തൃപാദപീഠത്തിൽ കടന്നു വന്നിരുന്നാൽ ആമേൻ, ചില വിടുതലുകൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുവാനിടയായിത്തീരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ആമേൻ. ചില നാളുകൾക്ക് ശേഷം പ്രിയ ഡിക്സൺ ബ്രദറും ആമേൻ കടന്നു വന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. നമുക്കറിയാം, പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് മണ്ണാർക്കാട് താലൂക്ക് ആമേൻ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ണീരിൽ ആഴ്ന്ന ചില ദിവസങ്ങളായിരുന്നു. ആമേൻ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആമേൻ അപകടത്തിലുണ്ടായ വേർപാടുകൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളൊന്ന് റോഡിൽ കൂടെ നടന്നു പോകാത്തവരോ വാഹനത്തിൽ യാത്ര ചെയ്യാത്തവരോ ഒന്നുമല്ല, ഒത്തിരി യാത്രകളും ഒത്തിരി ബന്ധപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എങ്കിലും കർത്താവ് നമ്മെ അതിശയകരമായിട്ട് പല സന്ദർഭങ്ങളിലും വിടുവിച്ചത് കൊണ്ടാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് കർത്താവിന് നന്ദി പറയുവാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്കുള്ളതാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ലഭിക്കുന്ന സമയം ദൈവത്തെ ആരാധിക്കാനും കർത്താവിന് സ്തോത്രം ചെയ്യുവാനും നന്ദി പറയുവാനും ഒക്കെ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് ഇന്ന് നമ്മുടെ ജോബീഷ് ആയിരുന്നു നമ്മളോട് അല്പസമയം ദൈവവചന പ്രബോധനത്തിന് വേണ്ടി നമ്മൾ കൊടുത്തത്. എന്നാൽ അദ്ദേഹം പിന്നീടാക്കാമെന്ന് പറഞ്ഞ് ആ സന്ദർഭം നഷ്ടമാക്കി. നമ്മുടെ മാത്യു അപ്പച്ചൻ ചില മിനിറ്റുകൾ മുൻപോട്ട് കടന്നു വന്ന ദൈവവചനം നമ്മളുമായിട്ട് അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധാനത്തിൽ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഒടുവിലത്തെ സമയം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.